ഇന്ത്യയിൽ കൊറോണ വ്യാപനം ക്രമാതീതമായി കുറയുകയാണ്. രണ്ടാം തരംഗത്തിൽ നട്ടം തിരിഞ്ഞ് ഇന്ത്യയെ നെഞ്ചോട് ചേർത്തത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്. പ്രവാസികളോടുള്ള തങ്ങളുടെ കിടപ്പാടം ആ രാഷ്ട്രങ്ങൾ നമുക്ക് കാട്ടിത്തന്നു. വീണ്ടും ഇതാ ഇന്ത്യയെ താങ്ങി നിർത്തുകയാണ് ഗൾഫ് രാഷ്ട്രം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് വീണ്ടും മെഡിക്കൽ സഹായം അയച്ചു. കുവൈറ്റിൽ നിന്ന് മെഡിക്കൽ സഹായം സ്വീകരിക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ 6ാമത്തെ കപ്പലാണ് കുവൈറ്റിലെത്തിയത്. ഇന്ത്യൻ നാവികസേനയുടെ INS ഷാർദുൽ കപ്പലാണ് മെഡിക്കൽ ഓക്സിജനും മറ്റു വസ്തുക്കളും കൊണ്ടുപോയത്. INS ഷാർദുൽ രണ്ടാം തവണയാണ് എത്തിയത്. 800 മെഡിക്കൽ ഓക്സിജൻ സിലിണ്ടറുകളാണ് പുതിയ ഷിപ്പിലുള്ളത്. ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ടാങ്കറുകളും ഓക്സിജൻ സിലിണ്ടറുകളും ഓക്സിജൻ കോൺസെൻട്രേറ്റുകളുമാണ് വിമാനമാർഗവും കപ്പൽ മാർഗവും കുവൈറ്റിൽ നിന്ന് കൊണ്ടുപോകുന്നത്. നേരത്തെ INS കൊൽക്കത്ത, INS കൊച്ചി, INS തബർ, INS ഷാർദുൽ എന്നിവ കുവൈറ്റിൽ നിന്ന് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ടാങ്കറുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങി മെഡിക്കൽ സഹായ വസ്തുക്കളുമായി മടങ്ങിയിരുന്നു. ഓക്സിജൻ ക്ഷാമം മൂലം ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് വിവിധ ലോക രാജ്യങ്ങൾ സഹായ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യക്ക് ആദ്യം സഹായ വാഗ്ദാനം ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ്. ഏറ്റവും കൂടുതൽ സഹായം അയക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് കുവൈറ്റ് ആണ്. കോവിഡ് പ്രതിസന്ധിയിൽ ഉഴലുന്ന ഇന്ത്യക്ക് സഹായം നൽകാൻ കുവൈറ്റ് സംഭാവന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. കുവൈറ്റ് സാമൂഹ്യക്ഷേമ മന്ത്രാലയമാണ് വ്യക്തികളോടും കമ്പനികളോടും സന്നദ്ധ സംഘടനകളോടും സഹായം അഭ്യർത്ഥിച്ചത്. യർമൂക്കിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്ററിൽ ഓഫീസ് തുറന്നാണ് സഹായം സ്വീകരിക്കുന്നത്. കുവൈറ്റ് സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ മെഡിക്കൽ സഹായ വസ്തുക്കൾ അയക്കുന്നു. 2800 മെട്രിക് ടൺ ഓക്സിജൻ കുവൈറ്റിൽ നിന്ന് അയക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.